പട്ടയയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ആദ്യം ഞങ്ങൾ കോറൽ ഐലൻഡിൽ പോയി, പിന്നെ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം വിശ്രമിച്ചു. ഇപ്പം വീണ്ടും 4 മണി കഴിഞ്ഞു, 4:30 ആയിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രമായ ബിഗ് ബുദ്ധ ടെമ്പിൾ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് പട്ടയ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ്. ഇച്ചിരി ഒരു കുന്നിൻ്റെ പുറത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ബുദ്ധനാണ് ഇവിടുത്തെ പ്രതിമ. ആ കാണുന്ന ബുദ്ധനാണ്. ഏകദേശം 18 മീറ്റർ ഉയരമുള്ളൊരു ബുദ്ധ പ്രതിമയാണ്. 1977 ഇതിവിടെ ഈ പ്രതിമ സ്ഥാപിക്കുന്നത്. അതിനുമുമ്പ് ഈ അമ്പലം പണിഞ്ഞത് 1940-കളിലാണ്. അന്ന് ഈ പട്ടായ സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റിയൊന്നുമില്ല, ഒരു കുഗ്രാമമായിരുന്നു. മത്സ്യബന്ധന തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു. അന്നത്തെ കാലത്താണ് ഈ അമ്പലം ഇവിടെ പണി കഴിപ്പിച്ചത്. പിന്നെയാണ് പ്രതിമയൊക്കെ വരുന്നത്. ഇതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് കയറി പോയപ്പോഴത്തേക്ക് 2 ഹാൻഡ് റെയിലിങ്സിലും കൂടെ ഒരു ഡ്രാഗൺ ഇങ്ങനെ താഴോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഡ്രാഗൺ വന്നിട്ട് ആ ഡ്രാഗണിൻ്റെ വായിൽ 2, 4, 6, 7 തലയുള്ള നാഗം. ഈ അമ്പലത്തിൻ്റെ കാവൽക്കാരാണ് ഇവർ 2 പേരും, ലെഫ്റ്റ് റൈറ്റുള്ള. ഇനി നമുക്ക് മേളിലോട്ട് കയറി നോക്കാം, സ്റ്റെപ്പ് കയറി മേളിലോട്ട് നോക്കാം. ഞങ്ങളതിൻ്റെ മേളിലെത്തി കഴിഞ്ഞിരിക്കുകയാണ്, ബിഗ് ബുദ്ധയുടെ മേളിൽ. ഇത്രയും സ്റ്റെപ്പ് കടന്നിട്ടാണ് മേളിലെത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ബുദ്ധൻ മാത്രമല്ല, പല ബുദ്ധന്മാരുമുണ്ട്. ഇഷ്ടംപോലെ ബുദ്ധപ്രതിമകളുണ്ട്. മെയിൻ ബുദ്ധപ്രതിമ 18 മീറ്റർ പൊക്കമുള്ള ബുദ്ധപ്രതിമയുണ്ട്. അതിനുശേഷം ചെറിയ ബുദ്ധന്മാരുണ്ട്, നിൽക്കുന്നതും ഇരിക്കുന്നതുമായ കുറേ ബുദ്ധന്മാർ. കിടക്കുന്നൊരു ബുദ്ധനുണ്ട്. ഇവിടെ കുറേ ചെറു ബുദ്ധപ്രതിമകളുണ്ട്. മൊത്തം ബുദ്ധപ്രതിമകളാണ്. ക്ലീനിങ് ബുദ്ധ. ഇവിടെ നോക്കിയാൽ പട്ടയം ബീച്ചിൻ്റെ റിവ്യൂ കിട്ടും. പട്ടയം ജോംറ്റിയൻ ബീച്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുമ്പോഴത്തേക്ക് ഓരോ ദിവസത്തെ പ്രദാനം ചെയ്യുന്ന ബുദ്ധന്മാരുടെ പ്രതിമകളാണ്. ഇത് ബുധനാഴ്ച പ്രദാനം ചെയ്യുന്ന ഒരു ബുദ്ധനാണ്. അതുപോലെ ഫ്രൈഡേ ഓരോ ആഴ്ചകളിൽ ഓരോ ദിവസത്തെയും പ്രദാനം ചെയ്യുന്ന ബുദ്ധപ്രതിമകളുണ്ട്. ആ കാണുന്ന തേഴ്സ്ഡേ ആണ്. ഇത് ഫ്രൈഡേ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നിൽക്കുന്ന ബുദ്ധൻ. ഇത് വെനസ്ഡേ ആണ് ഈ നിൽക്കുന്ന ബുദ്ധൻ. അങ്ങനെയുള്ള 7 ബുദ്ധപ്രതിമകളോടുണ്ട്. ഇനി ആ ഒരു ബീച്ച് വ്യൂ കാണാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ലൊരു ഹൈറ്റിലുള്ള സ്ഥലമാണ്. ഇവിടെ നല്ലൊരു ബീച്ച് വ്യൂ നമുക്ക് കിട്ടും. ഇവിടെ ആ ബീച്ച് വ്യൂ കൂടെ നോക്കിയേക്കാം. പ്രധാനപ്പെട്ട ബീച്ചുകളാണ് പട്ടയിലുള്ളത്. ജോംറ്റിയൻ ബീച്ചും ഒന്ന് പട്ടായ ബീച്ചും. ആ കാണുന്നത് ജോംറ്റിയൻ ബീച്ചാണ്. ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ആൾക്കാർ ഇവിടെ വെള്ളത്തിൽ മെഴുകുതിരിനെ കത്തിച്ച് വിടുന്നുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട് മെഴുകുതിരിങ്ങനെ. മെഴുകുതിരി കറങ്ങുന്നുണ്ടല്ലേ. റൗണ്ട് ചുറ്റി വന്നിരിക്കുകയാണ്. ബുദ്ധപ്രതിമ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞു. ഇവിടെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല.